കേരളത്തിലെ മാപ്രകളുടെ ഒരു അവസ്ഥയാണ്. നുണ സൃഷ്ടിക്കുക, അത് ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുജനം കൈയോടെ പിടിക്കപ്പെട്ടാൽ പിന്നെ ഞങ്ങൾ പറഞ്ഞത് ശരിയാണെന്ന് വരുത്താൻ ന്യായീകരിച്ച് മെഴുകുക. തൃശ്ശൂരിലെ ഇന്നലത്തെ പെരുമഴയത്തെ ടാറിംഗ് വാർത്ത, ആ വാർത്ത മാധ്യമങ്ങളെല്ലാം നിരന്നു നിന്ന് ഒരു ടാർ ഉരുക്കുന്ന മെഷീൻ കൊണ്ടുപോകുന്നത് വഴിയിൽ നിർത്തി രാവിലെ അതിൽ ഈ ടാർ ഉരുക്കാൻ വേണ്ടി ഫ്ലെയിം ഉണ്ടാക്കിയിരുന്നു. അത് ഒഴിവാക്കാൻ വേണ്ടി കനത്ത മഴയെ തുടർന്ന് ടാറിംഗ് ഒഴിവാക്കിയിട്ട് പോകുന്ന വഴിയിൽ മാരാർ റോഡിൽ നിർത്തിയിട്ട് അതിനകത്തുള്ള വിറകൊക്കെ എടുത്ത് പുറത്ത് കളയുന്ന ഒരു ജോലി ജീവനക്കാർ ചെയ്തതിന് അവിടുത്തെ ഒരു കോൺഗ്രസ്സുകാരൻ പെരുമഴയത്ത് ടാറിംഗ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ സ്വന്തം മൊബൈൽ ഫോണിൽ കുറച്ച് ഓഡിയോ ഡബ് ചെയ്ത് അങ്ങോട്ടേക്ക് മാപ്രകൾക്ക് അയച്ചു കൊടുക്കുകയാണ്. അത് കിട്ടിയ ഉടനെ സംഭവം നടന്നോ നടന്നില്ലേ എന്ന് നോക്കാതെ അതേപടി എടുത്ത് ഏറിയതിന് പിന്നാലെ ആ വാർത്തയെ ആ നാട്ടിലെ നാട്ടുകാരായിട്ടുള്ള വ്ളോഗേഴ്സ് തന്നെ പൊളിക്കുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ന് പുതിയ ന്യായീകരണം മെഴുകലാണ്. ഇന്നലെ ഈ വാർത്തയുമായി ബന്ധപ്പെട്ട് പ്രദേശത്തെ കോൺഗ്രസ് നേതാവ് ആ വിഷയത്തെ മാധ്യമങ്ങൾക്ക് അയച്ചു കൊടുത്തപ്പോൾ എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടതെന്നും അതിനുശേഷം ആ വാർത്തയെ അതേ സൈറ്റിൽ പോയി നിന്ന് ബിജു പവിത്ര എന്ന വ്യക്തി പൊളിച്ചത് എങ്ങനെയെന്ന് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇന്നും ആ വാർത്തയെ സംബന്ധിച്ച് സത്യാവസ്ഥ പുറത്തേക്ക് വന്നപ്പോഴും വീണെടുത്ത് കിടന്ന് ഉരുളാനാണ് തൃശ്ശൂരിലെ പ്രമുഖ മാപ്രകളെല്ലാം തയ്യാറായത്.